വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാവുന്നത് പുകയില ഉപേക്ഷിക്കാനുള്ള താല്പര്യവും കാരണവുമാണ്. മിക്കവാറും ആൾക്കാർ പുകവലിക്കുന്നത് മാനസിക സമ്മർദ്ദം പോലുള്ള കാരണങ്ങൾ കൊണ്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ഈ ശീലം കൈവിടണം എന്നതാണ്. അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ശീലം കൈവിടാൻ തയ്യാറല്ലാത്ത ആൾക്ക് എത്ര കൗൺസിലിംഗ് നൽകിയിട്ടും കാര്യമുണ്ടാവില്ല. ആദ്യമായി സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾക്കിത് നിർത്തണോ വേണ്ടയോ എന്നറിയുന്നതാണ്. അതിന്റെ ഉത്തരം വേണം എന്നാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഉത്തരം വേണ്ട എന്നാണെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കാരണം ആരോഗ്യം തന്നെ. നിങ്ങൾ ഇത് നിർത്തേണ്ടതിന്റെ കാരണം ആരോഗ്യം തന്നെയാണ്. എന്തെന്നാൽ ഇത്രയും രാസവസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തെ അരിച്ചെടുക്കും. അങ്ങനെ പല പല അസുഖങ്ങളും ഉണ്ടാക്കും. നിങ്ങളുടെ ജനിതക സംവിധാനം തകരാറിലാകും. മിക്കവാറും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിനപ്പുറത്ത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിഷ്ക്രിയ പുകവലി മറ്റുള്ളവരുടെ ആരോഗ്യത്തെയും അപകടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് നിർത്തേണ്ടത്. നിർത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞതും അടുത്ത പടി എങ്ങനെ നിർത്തണമെന്നതാണ്. നിങ്ങൾക്ക് സ്വമേധയാ ഇത് നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് ആരോട് സഹായം അഭ്യർത്ഥിക്കണമെന്നതാണ്. അതൊരു സൈക്കോളജിസ്റ്റിനോടാകാം. നിങ്ങൾ പുകവലിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം കണ്ടെത്തി അതിനുള്ള ശരിയായ പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിയും. അതൊരു സൈക്കാട്രിസ്റ്റിനോടാകാം. സൈക്കോളജിക്കൽ കൗൺസിലിംഗിന് പുറമെ അദ്ദേഹത്തിന് ചില മരുന്നുകളും നിർദ്ദേശിക്കാനാകും. അതായത് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി പോലുള്ളവ, ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളും. മൂന്നാമത്തെ കാര്യം അത് ലളിതമായ വ്യായാമങ്ങൾ, അതായത് ബ്രീത്തിങ് എക്സസൈസസ്. അതിന് വിവിധ കോഴ്സുകളുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗ് അതുപോലുള്ള നിരവധി കോഴ്സുകൾ ലഭ്യമാണ്. ഇത് നിങ്ങളുടെ പുകവലി ശീലത്തെ ബ്രീത്തിങ് ടെക്നിക്കുകളിലൂടെ കൈവിടാൻ സഹായിക്കും. പുകവലിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് ശ്വസിക്കണമെന്നുള്ള വ്യഗ്രതയിൽ നിന്നാണ്. സോ ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുക വഴിയും നിങ്ങൾക്ക് പുകവലി ശീലം നിർത്താനാകും. ഇതെല്ലാമാണ് ലളിതമായ ചില വഴികൾ. ഇതുകൂടാതെ അലൻ കെയർ പോലുള്ള കോഴ്സുകളുണ്ട്. ഇവ നിങ്ങളുടെ പുകവലി ശീലം കൈവിടാൻ സഹായിക്കുന്നത് കുറഞ്ഞ കാലയളവിൽ. അതും നിങ്ങളെ ശകാരിക്കാതെ, ഇതേക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ, പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കാണിക്കാതെ തന്നെ, നിങ്ങളെ പുകവലി ശീലം കൈവിടാൻ നിർബന്ധിക്കാതെ തന്നെ, പകരം നിങ്ങൾ എന്തുകൊണ്ട് പുകവലിക്കുന്നു എന്ന കാരണം കണ്ടുപിടിച്ച് എങ്ങനെ ഈ ശീലത്തിൽ നിന്നും രക്ഷ നേടാമെന്നും വഴി കാണിക്കും. ഇതെല്ലാമാണ് നിങ്ങൾക്ക് പുകവലി ശീലം കൈവിടാൻ സഹായിക്കുന്ന ചില ലളിതമായ മാർഗങ്ങൾ. ഇവരിൽ ആരുടെയും സഹായം തേടേണ്ടതില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓരോ തവണയും പുകവലിക്കണം എന്ന് തോന്നുമ്പോൾ ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കൂ. ശ്വാസം നല്ലവണ്ണം വലിച്ചു വിടൂ. സ്വാഭാവികമായും നിങ്ങൾക്കൊരു ഉന്മേഷം തോന്നും. ഉടൻ തന്നെ പുകവലിക്കണം എന്ന തോന്നലും കുറയും. പടിപ്പടിയായി ഇത് തുടർന്നുകൊണ്ടിരിക്കുക.